ഇന്ത്യൻ ഭരണകൂടം ഭയന്നു തുടങ്ങിയിരിക്കുന്നു. കേവലം 5 ദിവസത്തിനുള്ളിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിലെ സർക്കാർ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുകയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സർക്കാർ. ഇതിന് കാരണം എന്താണ്? കാരണം പ്രധാനമായും 3 ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ടാണ്. രണ്ടാമത്തേത്, ഇവർ സർക്കാരിനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. മൂന്നാമത്തേത്, ഇവരുടെ മാനിഫെസ്റ്റോ ആണ്. ഇവരുടെ സപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഒരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ നോക്കിയപ്പോൾ ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 42 ലക്ഷം പേരാണ്. എന്നാൽ ഇന്നത്തേക്ക്, അതായത് 24 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് 14.4 മില്യൺ, അതായത് 1,44 ലക്ഷം ഫോളോവേഴ്സ് ആയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് ഒരു ദിവസം കൊണ്ട് 1 കോടിയിലേറെ ഫോളോവേഴ്സ് ആണ് കൂടിയിട്ടുള്ളത്. അത്രയും അധികം സപ്പോർട്ടാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എക്സ് അക്കൗണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ എക്സ് അക്കൗണ്ടിൽ, അതായത് 4 ദിവസം കൊണ്ട് ഈ അഭിജിത്ത് ദീപക് ഇതിന്റെ ഫൗണ്ടർ വർക്കുള്ളത് 4 ദിവസം കൊണ്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ളത് 2 ലക്ഷത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ആണ്. അതുപോലെ മറ്റൊരു റിപ്പോർട്ട് പ്രകാരം ഇവർക്കൊരു സൈറ്റ് ഉണ്ട്, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞിട്ട്. അതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത് ഇതുവരെ 3.5 ലക്ഷത്തിൽ കൂടുതൽ പേരാണെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും അധികം സപ്പോർട്ടാണ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അവർ നേടിയെടുത്തിട്ടുള്ളത്. ഇനി ഇവർ എന്തിനെതിരെയാണ് സംസാരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തേത് ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റിനെതിരെയാണ്. അതുപോലെ എക്സാമിനേഷൻ പേപ്പർ ലീക്സ്, നമുക്കറിയാം നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടുള്ളത്. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി വെച്ചിട്ടാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ CBSE കോൺട്രവേഴ്സീസ്, പിന്നെ ജനാധിപത്യ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അതിനെതിരെ ഇവർ സംസാരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻസിയും, ഇതിനൊക്കെ പറ്റിയിട്ടാണ് ഇവർ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം കുറച്ച് വർഷങ്ങളായി ഗവൺമെന്റിനെ ചോദ്യം ചെയ്യാൻ പാടില്ല. ചോദ്യം ചെയ്യുന്ന പല അക്കൗണ്ടുകളും ഇതുപോലെ അടച്ചു പൂട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വന്നിട്ടുള്ളത്, അതായത് അഭിജിത്ത് ദീപക് ഇതിന്റെ ഫൗണ്ടർ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫൗണ്ടർ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ആസ് എക്സ്പെക്ടഡ്, അതായത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കോക്രോച്ച് ജനതാ പാർട്ടീസ് അക്കൗണ്ട് ഹാസ് ബീൻ വിത്ത്ഹെൽഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രമാണ്, അതായത് വേൾഡ് വൈഡ് ഒരു ബാൻ ഒന്നല്ല. ഇന്ത്യൻ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു അക്കൗണ്ടിൽ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എക്സ് അക്കൗണ്ടിൽ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞിട്ടുള്ളത് CJP 2029 has been withheld in India in response to a legal demand. ലീഗൽ ഡിമാൻഡ് വന്നതുകൊണ്ട്, അതായത് നമ്മുടെ സർക്കാരിൽ നിന്നുള്ള ഒരു ഡിമാൻഡ് ആയിരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ മാത്രം താൽക്കാലികമായി ബാർ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു അക്കൗണ്ടിലേക്ക് കയറാൻ പറ്റില്ല. എന്നാൽ ഇതിന് ശേഷം അഭിജിത്ത് ദീപക്, അതായത് ഫൗണ്ടർ ഓഫ് കോക്രോച്ച് ജനതാ പാർട്ടി, മറ്റൊരു എക്സ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഫോളോവേഴ്സ് 14.4 മില്യൺ ആണ്. എന്നാൽ അഭിജിത്ത് ദീപക് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു അക്കൗണ്ടും പലതവണ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അത് സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷെ എപ്പം വേണമെങ്കിലും അത് സംഭവിക്കാം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടും, ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടും ഇല്ലാതാകും എന്നുള്ളൊരു കാര്യമാണ് അഭിജിത്ത് ദീപക് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇവരുടെ മാനിഫെസ്റ്റോ ആണ്. ഇവരുടെ മാനിഫെസ്റ്റോയിൽ 5 പോയിന്റ്സ് ആണ്. ഈ 5 പോയിന്റ്സും BJPക്ക് എതിരായിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇത് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഇന്നലെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ഭരണകൂടത്തിന് ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഭയം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം ഇന്ത്യയിൽ പല മീഡിയാസും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ആളുകൾ, ഇവരൊക്കെ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷെ പല അക്കൗണ്ട്സും ഇതേപോലെ സസ്പെൻഡ് ആവും, അടിച്ചു കളയും. അതായത് നമുക്ക് നമ്മുടെ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള അവകാശം പോലും ഇപ്പോൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ സംസാരിക്കേണ്ട വിഷയം കണ്ടു നോക്കൂ. ഈ കുട്ടിയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കുട്ടി സ്കൂൾ അയക്കലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ കുട്ടിയും ഈ കുട്ടിയുടെ പാരന്റ്സിനും നന്നായി അറിയാം, ഇത്രയും അധികം അന്ധഭക്തന്മാരുള്ള ഈ നാട്ടിൽ ജീവിക്കാൻ വേണ്ടി പഠിക്കുകയൊന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതേപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സുഖമായി ജീവിച്ചു പോകാം എന്നുള്ളൊരു കാര്യം അവരത് പഠിച്ചു കഴിഞ്ഞു. അതാണ് ഒരു വീഡിയോ അല്ല, ഒരുപാട് വീഡിയോസ് ആണ്. ഞാൻ തന്നെ ഈ കുട്ടിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതേ സെയിം വീഡിയോ, അതായത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വീഡിയോ. അത് മാത്രമല്ല, നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പെയിന്റ് മാറ്റുക, അതിന്റെ വീഡിയോ കാണാം.
तो हेलो दोस्तों, देखिए ये हमारा पहले ब्लैक और व्हाइट मरा रहा था। अब सीएम योगी आदित्यनाथ जी ने कहा है कि इसमें भगवा कलर डालो, क्योंकि हम डाल रहे हैं। और ये हमारे मित्र हैं जो भी ठेकेदार हैं। കണ്ടല്ലേ, ഇത് യു പിയിലാണ്. അതായത് ആദ്യം ബ്ലാക്കും വൈറ്റും സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പെയിന്റ് അടിച്ചു. പക്ഷെ അത് വേണ്ട, ഇവർക്ക് ഈ കളർ മതി. എന്നിട്ട് മാറ്റി വീണ്ടും അടുപ്പിക്കുന്നു. പിന്നെ സ്ഥലത്തിന്റെ പേര് മാറ്റുക, ഹിന്ദു മുസ്ലിം തമ്മിൽ അടിയുണ്ടാക്കുക, പള്ളി തകർക്കാൻ ശ്രമിക്കുക, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവരിപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യയിലുള്ള കറന്റ് ഇഷ്യൂസസ് എന്താണെന്ന് മനസ്സിലാക്കാനോ പഠിക്കാനോ അതിനുശേഷം അതിനൊരു സൊല്യൂഷൻ കാണാനോ ഇവർ ശ്രമിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള, അതായത് ഈ പറയുന്ന കോക്രോച്ചസ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇവർക്ക് സഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലുള്ള കോക്രോച്ചസിന്റെ വീഡിയോസും അക്കൗണ്ട്സ് ഒക്കെ ഇതുപോലെ സസ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷങ്ങളായി ഇതുപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകളെ വീഡിയോസും റിമൂവ് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. അതുപോലെ അക്കൗണ്ട്സ് ഇതേപോലെ റിമൂവ് ചെയ്യിപ്പിക്കും. ഇതൊക്കെയാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സർക്കാരിന് നന്നായി അറിയാം, ഇവരെ മുന്നോട്ടേക്ക് പോകാൻ അനുവദിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് തന്നെയാണ് പണി കിട്ടുക എന്നുള്ളത്. കാരണം അതുകൊണ്ടാണ് ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഈ ചുരുങ്ങിയ ദിവസം, ഈ 4-5 ദിവസം കൊണ്ട് ഇവർക്ക് കിട്ടിയുള്ള ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 1,44,00,000 ആണ്. അത് ഇനിയും അധികരിക്കും. അത് മാത്രമല്ല, ഇവരുടെ ആദ്യത്തെ ആഹ്വാനം എന്ന് പറയുന്നത് രാജ്യത്ത് അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്ന, രാജ്യത്തെ രൂപയുടെ മൂല്യം കുറച്ചിട്ടുള്ള, അതുപോലെ നീറ്റ് എക്സാം പോലുള്ള പല എക്സാംസിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്യുന്ന സർക്കാരിനെ, അതായത് BJP-യെ അൺഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ ആഹ്വാനം. അതായത് കംപ്ലീറ്റ്ലി ഇത് ഒരു BJP എതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതായത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് അഗൈൻസ്റ്റ് BJP. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കുക, അതിനുള്ള ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. तो हेलो दोस्तों, देखिए ये हमारा पहले ब्लैक और व्हाइट मरा रहा था। अब सीएम योगी आदित्यनाथ जी ने कहा है कि इसमें भगवा कलर डालो, क्योंकि हम डाल रहे हैं। और ये हमारे मित्र हैं जो भी ठेकेदार हैं। और अपना जो चेला इधर है, एक चेला उधर है। अब बाकी से आप लोग देख सकते हैं कि यहाँ से लेके वहां तक खाली ब्लैक व्हाइट है। अब इसके बाद इधर देखिए कि पूरा का पूरा ही वहाँ जो भगवा और व्हाइट। अब ये है कि भाई योगी आदित्यनाथ जी का भाई आ गया इधर आदेश, तो हम लोग को करना पड़ेगा। तो हम लोग यही कर रहे हैं आज।